What a failure. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗൈസ്, വൺ പീസ് എന്നതിനേക്കാൾ ഏറെ മിസ്റ്റീരിയസ് ആയ കാര്യമാണ് വൺ പീസിലെ ക്യാരക്ടേഴ്സ് എന്നത്. യെസ്, അത് സത്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ധാരാളം ക്യാരക്ടേഴ്സ് വൺ പീസ് എന്ന ആനിമയിലുണ്ട്. ആ നീണ്ട ക്യാരക്ടർ ലിസ്റ്റിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്ന ഒരാളുണ്ട്, ബഗ്ഗി ദ ക്ലൗൺ അഥവാ ദ ജീനിയസ് ജസ്റ്റർ. എല്ലാവരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കൊമേഡിയൻ മെറ്റീരിയൽ എന്ന രീതിയിൽ കാണുന്ന ക്യാരക്ടറാണ് ബഗ്ഗി. എന്നാൽ വൺ പീസിലെ എല്ലാ ടോപ്പ് ലെജൻസ് ആയിട്ടും ബഗ്ഗിക്ക് കണക്ഷൻ ഉണ്ട്. റോജറിന്റെ ക്രൂവിലുണ്ടായിരുന്ന ഷാങ്ക്സിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ റെയ്ലി ഗബ്ബൻ തുടങ്ങിയ വൺ പീസ് ലെജൻസിന്റെ അണ്ടറിൽ നിന്നും ടാക്ടിക്സ് പഠിച്ച വളരെ യങ് ഏജിൽ തന്നെ വൈറ്റ് ബീഡ് പൈററ്റ്സിനെതിരെ ഫൈറ്റും ചെയ്ത് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത ഇംബൽ ഡൗണിൽ നിന്നും ലൂഫിക്കൊപ്പം രക്ഷപ്പെട്ട് മറൈൻ ഫോർഡ് വാറും സർവൈവ് ചെയ്തൊരു ക്യാരക്ടർ. സാധാരണ ഒരു പൈററ്റ് അപ്പറന്റീസ് ആയി തുടങ്ങി വാർലോഡ്, എംബർ എന്നുള്ള ടൈറ്റിലും സ്വന്തമാക്കി സാക്ഷാൽ മങ്കിടി ലൂഫിയേക്കാൾ വലിയ ബൗണ്ടി സ്വന്തമാക്കാൻ സാധിച്ച ഒരു ക്യാരക്ടർ. ഇതൊന്നും പോരാത്തതിന് സോറോനെ തോൽപ്പിച്ച ഷാങ്ക്സിന്റെ റൈവൽ എന്നറിയപ്പെടുന്ന വേൾഡ് സ്ട്രോങ്കസ്റ്റ് സോഡ്മാനായ മീഹോക്കിന് പോലും കട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു ക്യാരക്ടറാണ് ഇങ്ങേര്. പിന്നെ ഒന്നും കൂടെ പറയുന്നു, ബഗ്ഗി ദ ജീനിയസ് ക്ലൗൺ. ഇനി പറയൂ ഗൈസ്, ബഗ്ഗി നമ്മൾ ഉദ്ദേശിച്ച ആളാണോ? അവൻ വെറും ഭ്രാന്തനല്ലേ? അവൻ ഭ്രാന്തനായി അഭിനയിക്കുക, അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലാം എടുത്തു പറയണം? അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. വിക്രമൻ ചേട്ടാ, യു ആർ ഗ്രേറ്റ്. നീ വെറും വേസ്റ്റ്. അങ്ങനെ പറ. ഇതെല്ലാം പ്യൂർ ലക്കാണ്. ബഗ്ഗി മണ്ടനെ അഭിനയിക്കുകയല്ല, ശരിക്കും മണ്ടനാണ് എന്ന് തന്നെ വെച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാരണ ഒരു പൈററ്റ് അപ്പറന്റീസ് ആയിരുന്ന ബഗ്ഗിക്ക് ലൂഫിയേക്കാൾ വലിയ ബൗണ്ടി സ്വന്തമാക്കാനും ഷാങ്ക്സ്, ബ്ലാക്ക് ബീഡ്, സ്ട്രോ ഹഡ് ലൂഫി തുടങ്ങിയവർക്കൊപ്പം മെമ്പർ സ്ഥാനം തിരിക്കാൻ സാധിക്കുന്നത് ലക്ക് വെച്ചിട്ടാണെങ്കിൽ എന്തുകൊണ്ട് ഇതേ ലക്ക് വെച്ച് തന്നെ അടുത്ത പൈററ്റ് കിങ് ആയി ബഗ്ഗിക്ക് മാറിക്കൂടാ? ആക്ച്വലി ഇങ്ങനെ ഒരു തിയറി വരെയുണ്ട് ഗൈസ്. ബഗ്ഗിയുടെ ലക്കിന് ഇങ്ങനെ ആക്സിഡന്റലി ലാപ്ടൈൽ കണ്ടുപിടിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് റോജർ ലാപ്ടൈലിനെ നോക്കി പുറപ്പെടുന്നതിന് തൊട്ട് മുൻപാണ് ബഗ്ഗിക്ക് സീ സിക്നസ് വരുന്നത്. തുടർന്ന് ബഗ്ഗിക്ക് ലാപ്ടൈലിലോട്ട് യാത്ര ചെയ്യാൻ പറ്റാതാവുകയും പകുതി വഴിക്ക് വെച്ച് തന്നെ തിരിച്ചു പോകേണ്ടതായി വന്നു. ബഗ്ഗി ഒറ്റയ്ക്ക് ആവരുത് എന്ന് കരുതിയാണ് ഷാങ്ക്സും ലാപ്ടൈലിലോട്ടുള്ള യാത്ര ഒഴിവാക്കിയത്. ഓടെ ഒരു റീസണും ഇല്ലാതെ ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? എന്തുകൊണ്ട് ഷാങ്ക്സിനെയും ബഗ്ഗിനെയും ആ ടൈമിൽ ലാപ്ടൈൽ എത്തിക്കാൻ ഓടെ തയ്യാറായില്ല? ഫ്യൂച്ചറിൽ ഇവരിൽ ഒരാൾ ഇതേ ലാപ്ടൈൽ തിരിച്ചു വന്ന അടുത്ത പൈററ്റ് കിങ് ആവാനാണോ? ശരി, ഈ തിയറി വിട്ടേക്ക്. ഇങ്ങനെ ചിന്തിച്ചു നോക്ക്, ആരാണ് ബഗ്ഗി? എവിടെയാണ് ബഗ്ഗിയുടെ ഒറിജിൻസ്? ആരാണ് ബഗ്ഗിയുടെ പാരന്റ്സ്? ഷാങ്ക്സിനെ ഗോഡ് വാലി ഇൻസിഡന്റ് ടൈമിൽ ട്രഷർ ബോക്സിൽ നിന്നും റോജറിന് കിട്ടിയതാണെന്നെങ്കിലും അറിയാം. ബട്ട് എങ്ങനെയാണ് റോജറിന്റെ ക്രൂവിൽ ബഗ്ഗി ജോയിൻ ചെയ്തത്? അതും വളരെ യങ് ഏജിൽ. ഇതേ ഗോഡ് വാലി ഇൻസിഡന്റ് നിന്നും റോജറിനും ക്രൂവിനും കിട്ടിയ മറ്റൊരു കുട്ടിയാണോ ബഗ്ഗി? അറിയില്ല. എന്തായാലും ബഗ്ഗിയുടെയും ഷാങ്ക്സിന്റെയും ഏജ് സെയിം ആണ്. ഇതൊന്നും പോരാത്തതിന് ബ്ലാക്ക് ബീഡിന്റെ അനിയനും റോക്ക് ഡിസബക്കിന്റെ രണ്ടാമത്തെ മകനാണ് ബഗ്ഗി എന്ന് പറയുന്ന തിയറി വരെയുണ്ട്. അതും ഗോഡ് വാലി ഇൻസിഡന്റിനെ കണക്ട് ചെയ്യുന്ന വിധത്തിൽ. ശരി, ഈ തിയറി അവിടെ നിൽക്കട്ടെ. ഒരു പൈററ്റിന്റെ ട്രൂ ഗോൾസിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഫ്രീഡം, ഫെയിം, ട്രഷർ, ലെഗസി, അഡ്വഞ്ചർ, ഡ്രീംസ്, പവർ. സോ നിങ്ങൾക്കറിയാവുന്ന ബഗ്ഗി ഇതിൽ ചൂസ് ചെയ്യും. ഫ്രീഡം എന്നത് ബഗ്ഗി അന്ന് തൊട്ട് ഇന്ന് വരെ അനുഭവിക്കുന്ന കേസാണ്. സോ അത് വിട്ടേക്കാം. ഫെയിമിനെ കുറിച്ച് നോക്കിയാൽ ബഗ്ഗി ആവശ്യത്തിൽ കൂടുതൽ ഫെയിം സമ്പാദിച്ചു കഴിഞ്ഞു. അതും വിട്ടേക്കാം. ട്രഷറിന്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഇനി അഡ്വഞ്ചർ എടുത്താൽ ബഗ്ഗി കാണാത്ത അഡ്വഞ്ചറോ? അന്ന് തൊട്ട് ഇപ്പോൾ വരെ ബഗ്ഗിയുടെ ലൈഫിന്റെ അഡ്വഞ്ചർ അല്ലേ? അതേപോലെ പവറിന്റെ കാര്യം നോക്കിയാൽ ഇപ്പോൾ ലൂഫിയുടെ സ്ട്രോ കാഴ്ച എത്രമാത്രം പവർഫുൾ ആയ ഒരു ടീമാണോ അതേപോലെ പവർഫുൾ ഫോമിലുള്ള ടീം തന്നെയാണ് ബഗ്ഗിയുടേതും. സോ ബഗ്ഗി പവർ വല്ല ചേസ് ചെയ്യുന്നത്. ഇനിയുള്ള ബാക്കി രണ്ട് കാര്യങ്ങളാണ് മെയിൻ ക്വസ്റ്റ്യൻ മാർക്ക്: ലെഗസി ഓർ ഡ്രീംസ്. റോജറിന്റെ ലെഗസി തന്നെ ബഗ്ഗിയും ഫോളോ ചെയ്തിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ലെഗസി എന്നുള്ളത് നമുക്ക് വിട്ടേക്കാം. സോ ദ ലാസ്റ്റ് വൺ ഈസ് ഡ്രീം. എന്താണ് ബഗ്ഗിയുടെ ഡ്രീം? എന്താണ് ബഗ്ഗിയുടെ ട്രൂ ഇന്റൻഷൻ? ഇറ്റ്സ് സ്റ്റിൽ എ മിസ്റ്ററി. ഈ ഒരു മിസ്റ്ററിയാണ് ബഗ്ഗി എന്ന ക്യാരക്ടറിനെ ഒരു ക്ലൗൺ ആയിട്ട് കാണാൻ എനിക്ക് പറ്റാത്തത്. ഇതിന്റെ പ്രധാന കാരണം ഫേമസ് ആയ കോട്ടാണ്: നെവർ അണ്ടർസ്റ്റിമേറ്റ് എ പേഴ്സൺ ഹൂ ഈസ് ഓൾവേസ് സ്മൈലിംഗ്. ഒരാളുടെ ശരിക്കുള്ള വിജയം എപ്പോഴാണെന്ന് അറിയാം ഗൈസ്? മറ്റുള്ളവരുടെ മുമ്പിൽ അവന് യാതൊരുവിധ കഴിവോ ബുദ്ധിയില്ല എന്ന് അവൻ അവരെ വിശ്വസിപ്പിക്കുകയും സ്വയം ഒരു മണ്ടനായി അഭിനയിച്ചും ട്രൂ പൊട്ടൻഷ്യലും ട്രൂ മോട്ടീവ്സും പുറത്ത് കാണിക്കാതിരിക്കുമ്പോഴാണ്. ഇങ്ങനെയുള്ള ആളുകളെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് പോലും ആരും കാണില്ല. ബഗ്ഗിയും ഇത് തന്നെ ആയിരിക്കും ചെയ്തതെന്ന് പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. കാരണം അത്ര കോംപ്ലക്സ് ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ഓടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതേ പോയിന്റിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യമുണ്ട്. ആക്ച്വലി ഓടെ ഇത് വാനവാർക്കിൽ കാൻജറോ എന്ന ക്യാരക്ടർ മുഖേന ഓൾറെഡി ചെയ്തു വെച്ചൊരു കാര്യമാണ്. തുടക്കം മുതൽ ഒരു നല്ല ക്യാരക്ടറായി പോർട്രേ ചെയ്ത് എൻഡ് സ്റ്റേജ് എത്തിയപ്പോഴാണ് ഈ കാൻജറോ എന്ന ക്യാരക്ടറിന്റെ ട്രൂ മോട്ടീവ്സും ട്രൂ ഐഡന്റിറ്റി ഒക്കെ റിവീൽ ആക്കിയത്. സോ ഓടെ അത് ഇനിയും ബഗ്ഗി മൂലം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെ റോജറിന് ശേഷം ഒരു ന്യൂ പൈററ്റ് എറ ബഗ്ഗി സ്റ്റാർട്ട് ചെയ്തതുപോലെ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ഡെത്തിന് ഫേസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കൂടാതെ വൺ പീസിന്റെ പവർ ബാലൻസ് തന്നെ ഷേക്ക് ചെയ്യാൻ ബഗ്ഗിക്ക് സാധിച്ചു എന്ന് പറയാം. പൈററ്റ്സിന് ബൗണ്ടി ഇടുന്ന മറൈൻ സമ്പ്രദായത്തെ ഉടച്ചുകൊണ്ട് മറൈൻസിന് ബൗണ്ടി ഇടുന്ന പ്രോഗ്രാം നിലവിൽ കൊണ്ടുവന്നത് തന്നെ ബഗ്ഗിയാണ്. ആക്ച്വലി അത് ക്രോസ് ഗിൽഡ് എന്ന ടീമാണ് കൊണ്ടുവന്നത്. പക്ഷേ വൺ പീസ് വീട്ടിന് മുൻപിൽ അത് ബഗ്ഗി തന്നെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇതുവരെ ജീവിച്ചിരുന്ന ഒരു പൈററ്റിനും ഇങ്ങനെയൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പൈററ്റ് കിങ് റോജറിനോ റോക്ക് ഡിസബക്കിനോ ആർക്കും. പക്ഷേ ബഗ്ഗിക്ക് അത് സാധിച്ചു. ഓടെ എന്തുകൊണ്ട് ഇത്രയും പവർഫുൾ ആയ പൈററ്റ്സ് വേറെ ഉള്ളപ്പോൾ ബഗ്ഗിനെ കൊണ്ട് ഇത് ചെയ്യിക്കണം? പുള്ളിയുടെ എക്സ്ട്രീമിലൊക്കെ എപ്പോഴും സപ്പോർട്ട് ഉണ്ടെന്ന് കാണിക്കാനാണോ? അതോ ആരുടെയെങ്കിലും ലെഗസി ബഗ്ഗി വീണ്ടും ആവർത്തിക്കുകയാണോ എന്ന് കാണിക്കാനാണോ? എന്തൊക്കെ തന്നെയായാലും ഒരു കാര്യം ഗ്യാരണ്ടിയാണ്: ലൂഫി ലാപ്ടൈലിലോട്ട് അടുക്കുമ്പോൾ ബഗ്ഗിയും തൊട്ടു പിന്നാലെ ഉണ്ടാകും. കാരണം ബഗ്ഗിയുടെ ടീമിൽ, അതായത് ക്രോസ് ഗിൽഡിൽ ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. യെസ്, മീഹോക്ക് ആൻഡ് ക്രോക്കഡൈൽ. അതേപോലെ
ലൂഫിലെ ടീം അഥവാ മോൺസ്റ്റർ ടീം ആരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. യെസ്, നമ്മുടെ അണ്ണന്മാര് സാൻജി ആൻഡ് സോറോ. ആൻഡ് മീഹോക്കിനെ പരാജയപ്പെടുത്തിയാലേ സോറോയ്ക്ക് വേൾഡ് സ്ട്രോങ്കസ്റ്റ് സോർഡ്മാൻ എന്ന ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കത്തുള്ളൂ. സോ ലൂഫി വൺ പീസ് സ്വന്തമാക്കുന്ന അതേ ടൈമിൽ, അതായത് ലൂഫിയുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്ന അതേ ടൈമിൽ സോറോ മീഹോക്കിനെ പരാജയപ്പെടുത്തി സോറോയുടെ ഡ്രീം അച്ചീവ് ചെയ്യുകയാണ് എന്ന രീതിയിലാണെങ്കിൽ ഇനി വൺ പീസ് ഐലൻഡിന് ചുറ്റുമുള്ള കടലാണ് ഓൾ ബ്ലൂ എങ്കിൽ സാഞ്ചിയുടെ ഡ്രീം ഇവിടെ അച്ചീവ് ചെയ്യല്ലേ. സോ സാഞ്ചി വീസസ് ക്രോക്കോഡൈൽ എന്ന ഫൈറ്റും വേണമെങ്കിൽ വരാലോ. സോ മേ ബി ഫൈനൽസ് ആകിൽ ഈ തരത്തിലുള്ള ഫൈറ്റ്സ് വന്നേക്കാം. സോറോയുടെ ഡ്രീം അച്ചീവ് ആകണമെങ്കിൽ മീഹോക്ക് ഫൈനൽസ് ആകിൽ ബഗ്ഗിയോടൊപ്പം ഉണ്ടാകണം. സോ ഈ ചാൻസസ് ഹൈ തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനെല്ലാം കാരണം ബഗ്ഗിയുടെ പാസ്റ്റിലെടുത്ത ഡിസിഷൻസ് മുഖേനയാണ്. ഇവിടെ പലതരത്തിലുള്ള ഫോർഷാഡോയിങ് ബഗ്ഗി മുഖേന നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ആൻഡ് ഫൺ തിങ്ക് എന്തെന്ന് വെച്ചാൽ ഷാങ്സിനൊപ്പം തന്നെ വളർന്നു വന്ന ബഗ്ഗിക്ക് ഷാങ്സിനോടൊപ്പം തന്നെ എംബർ പോസ്റ്റിൽ എത്തിച്ചേരാൻ സാധിച്ചു. മാത്രമല്ല ഇവർ രണ്ടുപേരും റോജറിന്റെ അപ്രന്റീസും ആയിരുന്നു. സോ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബഗ്ഗി ശരിക്കും തന്റെ പേഴ്സണാലിറ്റിയും പവറും മറച്ചു വെച്ചുകൊണ്ട് ക്ലൗണായി അഭിനയിക്കുകയാണോ, ലൈക്ക് നമ്മുടെ നറൂട്ടോ ഒബിറ്റോനെ പോലെ? ആൻഡ് അതേപോലെ ഷാങ്സിന്റെ ഈക്വൽ പവേഴ്സ് തന്നെ ബഗ്ഗിക്ക് ഉണ്ടെങ്കിൽ ചാൻസ് ഇല്ല. ബട്ട് വാട്ട് ഇഫ് ഇനി അങ്ങനെ ആയിക്കൂടാ? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, വൺ പീസ് ആണ്, എന്തും സംഭവിക്കാം. കൈൻഡ് ഓഫ് ഇമ്മോർട്ടലായ ബഗ്ഗിക്ക്, അതായത് ഡെയിൽഫുൾ പവർ വെച്ച്, യെസ് ഇമ്മോർട്ടൽ എന്ന് പറയാൻ പറ്റില്ല, സ്റ്റിൽ ആ ഡെയിൽഫുൾ പവർ അവേക്കൻ ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് ഇമാജിൻ എത്രമാത്രം സ്ട്രോങ്കസ്റ്റ് ആയി മാറാൻ ബഗ്ഗിക്ക് സാധിക്കുമെന്ന്. സോ ഒന്നും കൂടെ ചിന്തിക്കുക, എന്താണ് ബഗ്ഗിയുടെ ട്രൂ പവേഴ്സ് ആൻഡ് ഇന്റൻഷൻ എന്ന്. ഇതെല്ലാം ബഗ്ഗി പ്ലാൻ ചെയ്ത് നടത്തുവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫൈനൽ സാഗിയിൽ മോൺസ്റ്റർ ട്രിയോ വേഴ്സസ് ക്രോസ് ഗിൽഡ് എന്ന ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ടോ? അബദ്ധ വെച്ചാൽ തന്റെ ലക്ക് മുഖേന ബഗ്ഗി കിങ് ഓഫ് ദ പൈററ്റ്സ്. നോ 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 നോ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ലൂഫി പൈററ്റ് കിങ് ആകണമെന്നാണ് എനിക്കുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബഗ്ഗിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതും പറയാത്തതും നിങ്ങൾക്ക് എന്തെങ്കിലും തിയറി ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയുക. ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതിന് കാരണം സ്പോയിലേഴ്സ് കുറയ്ക്കണം എന്നുള്ള ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് ആണ്. ആക്ച്വലി ഞാൻ ബ്ലാക്ക് ബിയർഡ്, റോക്ക് ഡി സബക്ക്, ബഗ്ഗി എന്നിവരെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ റെക്കോർഡാക്കി വെച്ചതാണ്. തന്നെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബട്ട് ആ വീഡിയോ പാർട്ട് ഈ വീഡിയോ നിന്ന് ഞാൻ റിമൂവ് ചെയ്തു. എല്ലാം നിങ്ങളുടെ നല്ല വേണ്ടിയാണ് ഗൈസ്, സ്പോയിലേഴ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ആൻഡ് നിങ്ങൾക്കറിയാം എനിക്കൊരു ജോലിയുണ്ട്. പഴയ പോലെ എല്ലാ കാര്യത്തിലും ഒരുപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ടൈം തീരെ കിട്ടുന്നില്ല ഒന്നിനും. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ആരും ഫ്രണ്ട് ഷെയർ ചെയ്യുക. ലവ് യു ഓൾ, ബൈ. One Piece!